പോലീസ് സ്റ്റേഷനിൽ ഇടതുപക്ഷക്കാർക്ക് നീതി കിട്ടുന്നില്ല എന്നുള്ളത് നിരന്തരമായി LDFകാരുടെ പരിദേവനമാണ്. ഈ പ്രശ്നം തന്നെ അഡ്രസ്സ് ചെയ്യപ്പെടാതെ പോകുന്നു. പോലീസിനെ പ്രൊഫഷണലൈസ് ചെയ്യുക എന്നതിന് അർത്ഥം അവരെ കയറൂരി വിടുക എന്നുള്ളതല്ല, വേണ്ടിടത്ത് നിയന്ത്രിക്കുക എന്നുള്ളതാണ്. ആ കാര്യത്തിൽ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു ഭീമമായ പരാജയമാണ് എന്നുള്ള കാര്യത്തിൽ കേരളത്തിൽ ഏതെങ്കിലും CPMമാർക്ക് പോലും സംശയമുണ്ടോ എനിക്ക് തോന്നുന്നില്ല. അവർ പോലും പ്രൊഫഷണലൈസ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും അനുകൂലമായിട്ട് സംസാരിക്കുന്ന ആൾക്കാർ പോലും ഇതിനെ പ്രൊഫഷണലൈസ് ചെയ്യണം, ഇതിനെ നമ്മൾ ദുരുപയോഗപ്പെടുത്തരുത് എന്ന് പറയുന്നതേ ഉള്ളൂ. ദുരുപയോഗപ്പെടുത്തേണ്ടതില്ല, പക്ഷെ അവർ നിയമപ്രകാരം കാര്യങ്ങൾ ചെയ്യുന്നുവെന്ന് ഉറപ്പുവരുത്തേണ്ടത്. ഒരു വശത്ത് ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ മനുഷ്യരുടെ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതം മെച്ചപ്പെടുത്താനുള്ള ശ്രമം സർക്കാർ നടത്തുന്നുണ്ട്. അതിൻ്റെ ഒപ്പം പോകേണ്ട വേറെ ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെ പരിഗണിക്കാതിരുന്നാൽ അതിൻ്റെ വില വളരെ വലുതായിരിക്കും എന്നുള്ളതാണ് നിലമ്പൂരിൽ നിന്നുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫാക്ട്. ഈ വോട്ടുകൾ UDFിലേക്ക് പോകുന്ന വോട്ടുകളല്ല, ഈ വോട്ടുകൾ LDFന് കിട്ടേണ്ടിയിരുന്ന വോട്ടുകളാണ്. അപ്പോൾ അത് എന്തുകൊണ്ട് സംഭവിച്ചു? എന്തുകൊണ്ട് UDFിലേക്ക് പോയില്ല എന്നുള്ളത് UDFിനെ കുറിച്ച് മനുഷ്യർക്ക് അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അവരെങ്ങനെയാണ് ഭരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് അറിയാവുന്നതുകൊണ്ട്. പക്ഷെ അവർക്ക് LDFന് വോട്ട് ചെയ്യാൻ താല്പര്യമില്ല. അപ്പോൾ എന്തുകൊണ്ട് താല്പര്യക്കേട് വരുന്നത്? LDF വളരെ സീരിയസ് ആയിട്ട് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് LDFിനെതിരെ വന്ന ക്രിറ്റിസിസംസ്, അതല്ലെങ്കിൽ എതിരെ വിമർശനങ്ങൾ, തിരുത്താൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, അത് അൻവർ പറഞ്ഞെടുത്ത്, നാട്ടുകാർ പറഞ്ഞെടുത്ത് വളരെ സീരിയസ് ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. എല്ലാം ഭദ്രം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് മണ്ടത്തരാകാനാണ് സാധ്യത.